ഒന്നാനാം കുന്നിന്മേൽ അതുവല്ലേ ഒന്നാം മല കയറി പോകണ്ടേ നല്ല ഇളം കാവുങ്ങ് ചാണ്ടന പാൽ കാവുങ്ങ് നിന്തല പൂത്താൽപ്പിനെ ഒന്നാം നമ്മൾ കാണില്ല നല്ല ഇളം കാവുങ്ങ് ചാണ്ടന പാൽ കാവുങ്ങ് നിന്തല പൂത്താൽപ്പിനെ ഒന്നാം നമ്മൾ കാണില്ല നല്ല ഇളം കാവുങ്ങ് നന്നായിട്ട് പാടുവോ? ശരി, ഒരു കാര്യം ചെയ്യാം. പിന്നെ പോണ്ട ഇല്ല, സോറി. കർപ്പൂരവും ഒരു തീപ്പിടിയോടെ തരണം. ഇവന്റെ കൈവെള്ളം വെച്ച് കത്തിക്കുകയാണ്. ഇനി മേലാൽ കുഞ്ഞിന്റെ മുമ്പ് വെച്ച് നീ സത്യം ചെയ്യണം. ഇനി പാടത്തില്ല, നീ സത്യം ചെയ്യണം. ശരി, ഒരു പാട്ടും കൂടെ ഗസലെ, ഒരു പാട്ടും കൂടെ പാടിത്തരുമോ? അവന് പാടാൻ അറിയില്ലെന്ന് പറഞ്ഞിട്ട് എന്നാ ഭംഗിയായിട്ട് പാടിയ പാടുന്നു. ഇനി ഏത് പാട്ടാ? ഇതാരെ പഠിപ്പിച്ചു തന്നെ ഗസലിന്? ഉത്സവപ്പറമ്പിൽ പോകുമ്പോ ശരിക്കും ഉപ്പാടെയും ഉമ്മാടെയും കൂടെ ലൈക്ക് അയ്യോ ഉമ്മ എന്തിനാ കരയണേ? പെട്ടെന്ന് എന്തിനാ സങ്കടം വന്നേ ഉമ്മയ്ക്ക്? ഇത്രയും വലിയൊരു ഫ്ലോറിൽ ഞങ്ങൾക്ക് വരാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. അത് ഞങ്ങളുടെ സ്കൂളിന്റെ ടീമിന്റെ ഞങ്ങൾക്ക് എന്താ പറയണ്ടെന്ന് അറിയാം. ദിനംപ്രതിയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉത്സവ കച്ചവടമാണ് ഈ ഉപ്പയും ചെയ്യണേ. പക്ഷെ മകന്റെ പഠിപ്പിന്റെ കാര്യത്തിൽ അവർക്ക് വളരെയധികം ശ്രദ്ധയുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അമ്പലപ്പറമ്പിലിരുന്ന് അവൻ പഠിക്കുന്നേ. ഹോംവർക്ക് ഇരുന്ന് ടീച്ചർമാര് വാട്സപ്പിൽ ഇട്ട് തരും. ഞാനത് അമ്പലപ്പറമ്പിൽ നിന്നാ പഠിക്കുന്നത്. ഇനി അവൻ ഒന്നിലോട്ടായതേ ഉള്ളൂ. മിടുക്കനാണ് കേട്ടോ. ഞങ്ങളുടെ ചങ്കാണ് ഞങ്ങളുടെ HM, ഇത് ഞങ്ങളുടെ ചെയർമാൻ പോലി, ഞങ്ങളുടെ ടീച്ചേഴ്സ്, ഞങ്ങളുടെ മാസ് മണപ്പള്ളി പൊളിയാണ്. ശരിക്കും ഉത്സവപ്പറമ്പില് കച്ചവടം നടത്തുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യാണ്. കാരണം അതൊരു ചെറിയ ജോലിയല്ല. കാരണം ഞാൻ പറയട്ടെ, ഈ കുറുക്കഞ്ചേരിയിലെ ഉത്സവമൊക്കെ പൂയൊക്കെ ഉള്ള സമയത്ത് ഞാൻ 2 മാസം മുമ്പേ ലിസ്റ്റ് ഇടും. കാരണം ഇവരുടെ കയ്യിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ മേടിക്കണം. അത് വലിയൊരു ആഘോഷ. ഉത്സവപ്പറമ്പിൽ വരിക, ഓരോ സാധനങ്ങൾ കൗതുകത്തോടുകൂടി വാങ്ങുക, അത് വലിയൊരു എന്താ പറയാ സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങൾ വീട്ടിൽ വരാൻ വെളുപ്പിനെ എൻ്റെ മോൻ ഉറങ്ങാതെ കാവലിരിക്കും ഞങ്ങളുടെ കൂടെ. ഉറങ്ങത്തില്ല. ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞാണ് അവനെ കിടത്തി ഉറക്കുന്നത്. അതുകൊണ്ട് എനിക്ക് സ്കൂളിൽ വിടാൻ പറ്റാത്തേ. എന്തായാലും മിടുക്കനാണ് കേട്ടോ ഈ മോൻ, വളരെയധികം മിടുക്കനാ. അപ്പോ ഈ പാട്ടുകളുടെ സെൻസ് വരെ, കാരണം ടൈമിങ്, താളം, പതുക്കെ ടെമ്പോ കുറയ്ക്കൂ, മെതുവ പതുക്കെ പാടൂ, അതൊക്കെ അവനിങ്ങനെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും മിടുക്കനാണ്. ഒരു പാട്ടും കൂടെ പാടാം നമുക്ക്. ഇനി ഏത് പാട്ടാ പാടുക? ഉത്സവപ്പറമ്പിൽ കേട്ടിട്ടുള്ള വേറൊരു പാട്ട് കേൾക്കണോ പ്രിയ കൂട്ടരെ? അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ? അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. ഓ, പാലപ്പള്ളി പാടുവോ? പാലപ്പള്ളി. ഓക്കെ, പാലാപ്പള്ളി എന്താണ് ഉമ്മ? പാലാപ്പള്ളി തിരുപ്പള്ളിപ്പുകളേറും കുളിനാളാണ്. പാലാപ്പള്ളി തിരുപ്പള്ളിപ്പുകളേറും കുളിനാളാണ്. പാലാപ്പള്ളി തിരുപ്പള്ളിപ്പുകളേറും കുളിനാളാണ്. ഒന്നാം കുന്ന് നടന്നോണ്ട് ആനം ഇറങ്ങുന്നേ, ഒന്നാം കുന്നി നടന്നോണ്ടെന്ന് ആനം ഇറങ്ങുന്നേ. ആവോ ദാവായോ ഇവിടെ ഇവന്റെ ഫ്രണ്ട്സ് ഞാനൊന്ന് എടുത്ത് പറയാട്ടോ. ഉമ്മ ജോയിൻ ചെയ്തപ്പോ ഉമ്മ വേറെ ശ്രുതിയില പാടിയത്. അവൻ പക്ഷെ കറക്റ്റ് പാടിക്കൊണ്ടിരിക്കണേ. ഇവനെ പാട്ട് പഠിപ്പിക്കണില്ലല്ലോ ഇപ്പൊ. പക്ഷെ ഇവനെ പാട്ട് പഠിപ്പിക്കണം. വേണ്ട
നാട്ടുകാർ കത്തിക്കാൻ പോണ ആ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്നത്. കരുനാഗപ്പള്ളിയിലുള്ള ഏതെങ്കിലും സംഗീത അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികമാർ ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള റിക്വസ്റ്റ് ആണ്. അത്രയും ഞാനുള്ളൊരു കുട്ടിയാണ്. സാറിന് മ്യൂസിഷ്യൻസ് ആ ഒരു ഭാഗത്തുള്ളവർ ഇത് ഈ ഒരു എപ്പിസോഡ് കാണുന്നുണ്ടെങ്കിൽ സാറിന്റെയോ മാമിന്റെയോ ഒരു നേരത്തെ ക്ലാസ് ശരിക്കും ഇവരെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അങ്ങനെ പറ്റുമെങ്കിൽ അത് വളരെയധികം ഉപകാരമായിരിക്കും കേട്ടോ. താങ്ക് യു. രശ്മി, കരുനാഗപ്പള്ളിക്ക് അടുത്ത ഓച്ചറയിലെ കലാഭവന്റെ ഒരു മ്യൂസിക് സ്കൂളുണ്ട്. എന്നെ വിളിച്ചു പറയാൻ പറ്റുമോ അവിടെ? പറയാം. ഓക്കെ, ശരി. താങ്ക് യു. പോകുന്നതിന് മുമ്പ് മനസ്സിലുള്ള ദേഷ്യമൊക്കെ ഒന്ന് നോക്കി തീർത്തിട്ട് പോകും. എല്ലാം തീർന്നു. തീർന്നു. പിടിച്ചിട്ട് പോവും. ആ ഷെയ്ഖാന്റെ വരെ ടൈമിംഗ് എത്തിച്ചിട്ടാ. നമുക്ക് ഒരുമിച്ച് ഒരു സ്റ്റേജിൽ കാണാം. ഓക്കെ. അവിടെ നിന്ന് ഇവൻ ചീത്ത വിളിക്കും പുള്ളിനെ. അവന്റെ പേര് പോലെ തന്നെ അവന്റെ ശരീരം മൊത്തം സംഗീതമാണ്. ആ ഒരു സംഗീതം ഒരുപാട് ഗസലൊക്കെ ആയിട്ട് വലുതായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരട്ടെ. എല്ലാ ആശംസകളും. ഒപ്പം സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ചെയ്യുമ്പോൾ ഞാനടക്കം നമ്മുടെ എൻറ്റയർ ക്രൂവിന് വലിയ അഭിമാനമാണ് അല്ലേ. സ്റ്റാർ മാജിക് ശരിക്കും പറഞ്ഞാൽ പലരുടെ ജീവിതത്തിലും ഒരു സിഗ്നേച്ചറായി മാറുന്നുണ്ട്. ഇപ്പം ഇവർ ഇന്നത്തെ ഒരു കച്ചവടം മാറ്റി വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ HMന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ നിന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം കേട്ടോ. കാരണം നിങ്ങൾ സ്റ്റാർ മാജിക്കിനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടല്ലേ ഇത്രയും ദൂരത്തുനിന്ന് ഇവിടെ വരണേ. ഒരുപാട് സന്തോഷം. ആൻഡ് ഒരുപാട് ചൂട്ടാപ്പീസ് മിടുക്കറായിട്ടുള്ളവരെ ഇന്ന് കാണാൻ പറ്റി. സോ ഗസൽ കൂട്ടനും കൂടെ വേണ്ടിയിട്ട് ഒരു വലിയ കൈഡി കൊടുക്കാം. ഗസല് പാടിക്കൊണ്ടിരുന്നപ്പോ ഒരു ആരാധിക വന്ന് ചാടിയായിരുന്നു ഇവിടെ. ഗസലിന്റെ ഫാനാ ഫാനം തോന്നുന്നു. പേരെന്താന്ന് ചോദിക്കൂ. പ്രിയ. വീടോടാ? കരുനാഗപ്പള്ളി. എന്റെ ഏത് പാട്ടാ ഇഷ്ടം? എല്ലാ പാട്ടും ഇഷ്ടമാ. ഗസലിന്റെ പാട്ട് കേട്ടിട്ട് അറിയാണ്ട് ഇങ്ങോട്ട് വന്നതാ. അറിയാണ്ട് വന്നിവിടെ നിൽക്കണു. ഞാൻ ചോദിച്ചു എന്തിയെ പോന്നേന്ന്. അത് തന്നെ ഞാനും ആലോചിക്കണം, ഞാൻ എന്തിനാ വന്നത്.